വുമൺ ആൻഡ് സ്ട്രെസ് അത് രണ്ടും ഒന്നിച്ചു പോകുന്ന സാധനങ്ങളാണ്. സോ ഈ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാണ്? പല ഡിസീസസ് ഒരു കംപ്ലീറ്റ്ലി ഫിസിക്കൽ ഒറിജിൻ ഉള്ള കാര്യമല്ല. നമ്മുടെ മെഡിക്കൽ ടേംസിന് തന്നെ സൈക്കോസൊമാറ്റിക് എന്ന് പറയും. അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രെസ് കാരണം ഒരുപാട് ഇഷ്യൂസും, പലവരും അവരുടെ ഫിസിക്കൽ ഇഷ്യൂസ് മാത്രമല്ല പല മെന്റൽ ഇഷ്യൂസും സ്ട്രെസ്സും ഷെയർ ചെയ്യാനും കൂടെയാണ് വരുന്നത്. ആസ് എ ഡോക്ടർ എൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ട് കടമ എന്ന് പറഞ്ഞാൽ ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഹിയർ ഔട്ട് ചെയ്യാം. ഹിയർ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. അത് തന്നെ അവരുടെ സ്ട്രെസ് ഒരുപാട് റിലീവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റഡ് ആയിട്ടുള്ള തെറാപ്പി, മേ ബി മെഡിക്കൽ ആവാം, ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് തെറാപ്പി. ഫോർ എക്സാമ്പിൾ ഇന്ന് യോഗ, മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളെല്ലാം വെരി ഈസിലി ആക്സസിബിൾ അൺലെസ് ആൻഡ് അൺടിൽ ദേ പ്രയോറിറ്റൈസ് ദെംസെൽസ്. ആ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തും സ്ട്രെസ് റിലീവിങ് അങ്ങനത്തെ കാര്യത്തിലേക്ക് അവർ ചിന്തിക്കാൻ പോലും തുടങ്ങുള്ളൂ. ഷുഡ് പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ഫസ്റ്റ്, എവറിത്തിങ് എൽസ് വിൽ ഫോളോ ആഫ്റ്റർ ദാറ്റ്.